പരീക്ഷണങ്ങൾ ഏത് നല്ല മനുഷ്യന്മാർക്കും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ആ പരീക്ഷ ചിലപ്പോൾ സമ്പത്ത് ചുരുക്കിയിട്ടാകും, ചിലപ്പോൾ വൽ അൻഫുസി, സ്വന്തം ഭർത്താവ് മരിച്ചിട്ടോ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ടോ, അല്ലെങ്കിൽ മക്കള് മരിച്ചിട്ടോ, ചെറിയ കുട്ടി മരിച്ചിട്ടോ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർക്കുകയാണ്, ഒരാഴ്ച മുമ്പ് ഞാനൊരു മരിച്ച വീട്ടിൽ പോയി. ചെറിയ ഒരു കുട്ടി നായയെ കണ്ട് ഓടിയതാണ്, പോയി ചാടിയത് അതാ കിണറ്റിലായി പോയി. ആ കുട്ടി മരണപ്പെട്ടു പോയി. ഇതുപോലെ ഇതിന്റെ പരിസരങ്ങളിലും ചെറുപ്പക്കാർ, ചെറിയ ചില കുട്ടികൾ അപകടത്തിൽ മരിച്ച വാർത്തകൾ അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണമാക്കി കൊടുക്കട്ടെ. ചെറിയ മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ, ഓ ഉമ്മമാരെ ടെൻഷൻ അടിക്കരുത്, ഓ കാരണവന്മാരെ ടെൻഷൻ അടിക്കരുത്. അല്ലാഹ് പറഞ്ഞില്ലേ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അല്ലാഹു തീരുമാനിച്ചത് നടപ്പാക്കുകയാണ്. നേരത്തെ രേഖപ്പെടുത്തിയ സംഗതി നടക്കുകയാണ്. അത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ലികൈലാ തസൗ അലാ മാ ഫാതകും. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ടെൻഷൻ അടിക്കണ്ട, അല്ലാഹുവിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. വലാ തഫറഹു ബിമാ ആതാകും. നിങ്ങൾക്ക് എന്ത് റബ്ബ് തന്നാലും അഹങ്കരിക്കണ്ട. റബ്ബ് അവന്റെ തീരുമാനം രേഖപ്പെടുത്തിയത് നടപ്പാക്കുകയാണ്. എന്ത് കിട്ടിയാലും അഹങ്കരിച്ചുകൂടാ, എന്ത് സംഭവിച്ചാലും ടെൻഷൻ അടിക്കണ്ട. എല്ലാം റബ്ബിന്റെ തീരുമാനം അവൻ നടപ്പാക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ സംതൃപ്തി വേണം. അതാണ് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത്, വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം. റബ്ബിന്റെ പൊരുത്തം കരുതി ക്ഷമിക്കുന്നവർ, അവർക്ക് സ്വർഗമുണ്ട്. സുബ്ഹാനല്ലാഹ്, ചെറിയ കുട്ടി മരണപ്പെട്ടാൽ, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പുള്ള കുട്ടികൾ മരണപ്പെട്ടാൽ, മരണപ്പെട്ട കുട്ടി ഉമ്മയുടെയും വാപ്പയുടെയും ഒക്കെ കോന്തല പിടിച്ച്, തുണിയുടെ തല പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് വരെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്കാണ് കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുമെന്ന് റബ്ബ് വാഗ്ദത്തം ചെയ്തത്. അതുകൊണ്ട് നല്ല ക്ഷമ വേണം, എല്ലാ വിഷയത്തിനും ക്ഷമ വേണം. സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ ക്ഷമ വേണം, അതുപോലെ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ ക്ഷമ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം, മറ്റുള്ളവർ മദ്യപിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, മറ്റുള്ളവർ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, മറ്റുള്ളവർ അന്യപെണ്ണിന്റെ കൂടെ തുള്ളുമ്പോൾ തുള്ളാതിരിക്കാൻ, അന്യപെണ്ണിനെ നോക്കുമ്പോൾ നോക്കാതിരിക്കാൻ, എവിടെയും ക്ഷമ വേണം. ക്ഷമയുള്ളവർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുന്നത് കേട്ടോ. അവർക്കാണ് റബ്ബിന്റെ സഹായം കൊടുക്കുന്നത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. അപ്പൊ നല്ല ക്ഷമ വേണം. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നല്ല ക്ഷമയോടുകൂടെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. തെറ്റുകളിൽ പൂർണ്ണമായി മാറി നിൽക്കണം. അതേ സമയത്ത് നല്ല കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.